ഇന്നത്തെ വീഡിയോയിൽ വെയിറ്റ് കുറയാൻ സഹായിക്കുന്ന ഒരു സ്മൂത്തിയുടെ വീഡിയോ ആണ് കാണിക്കുന്നത്. രാത്രി മറ്റു ഭക്ഷണങ്ങൾ ഒഴിവാക്കി ഇത് മാത്രം ഒന്ന് കഴിച്ചു നോക്കുകയാണെങ്കിൽ 100% നിങ്ങളുടെ വയറും വണ്ണവും നല്ല രീതിക്ക് കുറയും. വെയിറ്റ് കുറയാൻ നോക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം രാത്രിയിലെ ഡിന്നർ നേരത്തെ കഴിക്കാൻ നോക്കുകയാണ്. 7 മണി മുതൽ 7:30 വരെയുള്ള ആ സമയത്തിൻ്റെ ഇടയിൽ നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ നോക്കുക. അപ്പോൾ തന്നെ നമ്മുടെ വെയിറ്റ് നന്നായി കുറയും. വളരെ സിമ്പിളായതും ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടുള്ള ഡിന്നർ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുക എന്ന് നോക്കാം സമയം കളയാതെ. ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് വെള്ളം തിളപ്പിച്ച് അതിലേക്ക് 2 ടീസ്പൂൺ റാഗി പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 കപ്പ് വെള്ളത്തിൽ ഈ റാഗി പൊടി കലക്കി വെച്ചിട്ട് കട്ടകൾ ഉടച്ച് ചേർത്തതിന് ശേഷം തിളപ്പിച്ച് എടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ ആകും, അധികം കട്ട പിടിക്കരുത്. ഇത് ലൂസായിട്ടുള്ള ഒരു പരുവാണ് വേണ്ടത്. റാഗി കഴിക്കുന്നത് കൊണ്ട് നമുക്ക് വളരെയധികം ഗുണങ്ങളാണുള്ളത്. ഉയർന്ന അളവിൽ ഫൈബർ അടങ്ങിയിട്ടുണ്ട്. സ്ലോ അബ്സോർവേഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് വിശക്കത്തില്ല. ബ്ലഡ് ഷുഗർ കുറയും. ഉയർന്ന അളവിൽ കാൽസ്യം ഉണ്ട്. എല്ലുകളുടെ ആരോഗ്യത്തിനും ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. മഗ്നീഷ്യം ഉയർന്ന അളവിലുണ്ട്. അയൺ ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രായമാകുന്നവരിൽ വരുന്ന അയൺ കുറവ് മൂലമുണ്ടാകുന്ന ഒരുവിധം ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കാനായിട്ട് ഇതുമൂലം സഹായിക്കും. ഇനി ഒരു ജാറിലേക്ക് നമുക്കിത് ചൂടാറിയത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഇടുന്നുണ്ട്. അതിടുമ്പോൾ തന്നെ നിങ്ങൾക്ക് വിശപ്പ് അങ്ങനെ അറിയത്തില്ല. ഇത് മുഴുവനായിട്ട് കണ്ടു നോക്കൂ, ഇതിൽ പറയുന്നുണ്ട്. ഇനി ആ ജാറിലേക്ക് മധുരത്തിനാവശ്യമായ ഈത്തപ്പഴമാണ് ചേർക്കുന്നത്. മധുരത്തിനായി നിങ്ങൾക്ക് എത്ര ആവശ്യമാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിലിവിടെ ചെറിയ ഈത്തപ്പഴമാണ്, അതിൻ്റെ പേരിലാണ് ഞാനൊരു 6-7 എടുത്തിട്ടുണ്ട്. പിന്നെ എനിക്കിത് 2 ഗ്ലാസ്സിലേക്ക് വേണ്ടിയിട്ടാണ്. 2 ഗ്ലാസിൻ്റെ അളവാണ് ഞാനിവിടെ കാണിക്കുന്നത്. 1 ഗ്ലാസ്സിലേക്കാണെങ്കിലും റാഗി പൊടി 2 ടീസ്പൂൺ തന്നെ എടുക്കണം. ഈത്തപ്പഴത്തിൻ്റെ അളവ് കുറയ്ക്കുകയും ചെയ്യാം. ബദാമും ഒരു 10-11 എടുത്തിട്ടുണ്ട്. ബദാമും ഈത്തപ്പഴവും 2 മണിക്കൂർ മുന്നേ സോക്ക് ചെയ്ത് വെച്ചതാണ്. ഈത്തപ്പഴം നന്നായി കഴുകിയിട്ടാണ് സോക്ക് ചെയ്തെടുക്കണം. അതിൻ്റെ കുരു റിമൂവ് ചെയ്തിട്ട് ഈത്തപ്പഴം ഇട്ട് കൊടുക്കുന്നുണ്ട്. ബദാമും കൂടി ചേർത്ത് അരച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബദാമിൻ്റെ തൊലി കളഞ്ഞെടുക്കാം. ഞാൻ മുഴുവനോടെയാണ് ചേർക്കുന്നത്. ഇതൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ ഇത് വയറ് നല്ല ഫില്ലിംഗ് ആയിരിക്കും. സ്വാദും നല്ല, കുടിക്കാൻ നല്ല ആർക്കും ഇഷ്ടമാവുന്ന സ്വാദാണ് ഉണ്ടാവുക. ഇതിലേക്ക് 2 റോബസ്റ്റ് പഴം എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് 1 പഴം എടുത്താൽ മതിയാകും. 2 റോബസ്റ്റ് പഴം നന്നായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. റോബസ്റ്റ് പഴത്തിലും വളരെ കുറഞ്ഞ അളവിൽ കലോറി മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഡയറ്റ് ചെയ്യുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായത് റോബസ്റ്റ് പഴം തന്നെയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആപ്പിൾ എടുക്കാം. റോബസ്റ്റ് പഴം ഏറ്റവും ബെസ്റ്റ് തന്നെയാണ്. നല്ല ടേസ്റ്റുമാണ് റോബസ്റ്റ് പഴം ഇതിൻ്റെ കൂടെ ചേർക്കുമ്പോൾ. അടുത്തതായി ഇതിലേക്ക് 1/2 കപ്പ് പാലാണ് ചേർക്കുന്നത്. അത് പാട നീക്കിയ പാലാണ്. മുഴുവനായിട്ട് ഇപ്പോൾ തന്നെ ഒഴിച്ചു കൊടുക്കുന്നില്ല. കുറച്ച് ഒഴിച്ചിട്ട് അത് നന്നായി അരിഞ്ഞതിന് ശേഷം ബാക്കിയുള്ളതും കൂടി ഒഴിച്ചു കൊടുത്ത് അരച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ നമുക്കിവിടെ സ്മൂത്തി റെഡിയായി. നമുക്ക്
നമുക്ക് ഇത് സ്മൂത്തിയിലേക്ക് ചേർക്കാനായിട്ട് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്തിട്ടുണ്ട്. അത് ചിയ സീഡാണ്. ചിയ സീഡ് 20 മിനിറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അത് ജെല്ല് കൺസിസ്റ്റൻസിൽ ഇങ്ങനെ വരും. ഇതാണ് അത് ചേർത്ത് കൊടുക്കുന്നത്. കണ്ടോ, അത് നല്ല ബോൾ പോലെ നല്ല ഇതായിട്ട് വരും. അത് 20 മിനിറ്റ്, ഇത് കുറഞ്ഞത് 20 മിനിറ്റ് സോക്ക് ചെയ്ത് വെക്കണം. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ നല്ല ഫില്ലിംഗ് ആണ്. ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ഇത് കഴിച്ച് കഴിഞ്ഞാൽ വയറ് നല്ല ഫില്ലിംഗ് ആണ്, വിശക്കത്തേ ഇല്ല. ഇതിൻ്റെ കൂടെ അത് കൂടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഗാർണിഷിന് വേണ്ടിയിട്ട് ഇത്തിരി നേന്ത്രപ്പഴമാണ് മുകളിൽ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആപ്പിളോ അനാറോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിവിടെ നേന്ത്രപ്പഴം കട്ട് ചെയ്ത് കൊടുത്ത പീസാണ് ഇടുന്നത്. പിന്നെ കുറച്ച് ബദാം കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബദാം നല്ല പ്രോട്ടീനാണ്. ഇത് വയറ് നല്ല ഫില്ലിംഗ് ആയിരിക്കും, വിശക്കത്തില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ നിങ്ങൾക്കിത് വേണമെങ്കിൽ ഈവൻ ലഞ്ചായിട്ട് പോലും ഉപയോഗിക്കാം. അത്ര ഫില്ലിംഗ് ആണിത്. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പീസ് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കണേ. ആ ലൈക്ക് കൂടി അടിക്കണേ. അത് ലൈക്ക് അടിക്കുമ്പോഴാണ് ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരുക. ഇങ്ങനെയുള്ള വീഡിയോസ് ഇഷ്ടമുള്ളവർക്ക് ഈ വീഡിയോസ് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.